എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. കുറേ ദിവസങ്ങളായില്ലേ നമ്മൾ മുട്ടക്കറി ഇട്ടിട്ട് അല്ലേ? അപ്പോൾ ഈ റെസിപ്പിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തൃശ്ശൂർ സ്പെഷ്യലാണ്. തൃശ്ശൂർ സ്പെഷ്യൽ ആണെങ്കിലും പെരുന്നിനത്ത് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ വീട്ടിൽ മാങ്ങാക്കറി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ മുട്ട മാങ്ങാക്കറി ഇട്ട് കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ നൈബർ നാൻസി, എൻ്റെ അനിയത്തിക്കുട്ടിയാണ്, നാൻസി ഇങ്ങനെ ഈ കറി എനിക്ക് കൊണ്ടു തന്നു. അപ്പോൾ കഴിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, ഒരു വെറൈറ്റി ടേസ്റ്റ്. കാരണം മുട്ടയിൽ മാങ്ങ കഴി എങ്ങനെയാണെന്നുള്ളൊരു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവത്തിനെ പറ്റിയിട്ട്. പക്ഷെ കഴിച്ചപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ജാൻചേട്ടന് കൊടുത്തപ്പോൾ ജാൻചേട്ടൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കുന്നവർ വീണ്ടും ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. മാങ്ങയുടെ സമയമാണ് നാട്ടിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ ചമ്മന്തി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയും ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ടില്ല. അപ്പൊ കാണാത്തവർ കാണാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പൊ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് തൃശ്ശൂർ സ്പെഷ്യൽ മുട്ടക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് തൃശ്ശൂർ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട മാങ്ങ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മാങ്ങയാണ്. നല്ല മൂത്ത മാങ്ങയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ, നാട്ടിലും എല്ലായിടത്തും നല്ല പച്ച മാങ്ങ കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം മാങ്ങയുടെ അളവ് തീരുമാനിക്കാൻ കേട്ടോ. എൻ്റെ മാങ്ങ ഒരുപാടങ്ങ് പുളിയില്ല, അത്യാവശ്യം പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ മൊത്തം എടുത്തിട്ടുണ്ട്. അതേസമയം ചില മാങ്ങയാണെങ്കിൽ ഒരുപാടങ്ങ് പുളി ഉണ്ടാവും. അങ്ങനെ വെച്ചാൽ 2 പൂളെടുത്താൽ മതി. അതായത് ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ 4 കഷ്ണമായിട്ട് നമ്മൾ മുറിക്കുക. അപ്പോൾ അതിൽ 2 പൂളെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മാങ്ങയുടെ പുളി കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അതില്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാങ്ങ കറി വയ്ക്കാൻ തുടങ്ങാം. ലാസ്റ്റാണ് നമുക്ക് ഇതിലോട്ടുള്ള മുട്ടയൊക്കെ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രം എടുക്കുക. ഇപ്പോൾ കലച്ചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം സാധാരണ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഇടുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മാത്രം ഇടാൻ പാടില്ല, ഒരുപാട് കൂടാൻ പാടില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിപ്പൊടി വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി, ഒരുപാട് കൂടാൻ പാടില്ല മല്ലിപ്പൊടി. മല്ലിപ്പൊടി വേണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ മല്ലിപ്പൊടി തീരെ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10 ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സവാള എടുക്കാം, ഒരു ചെറിയ സവാള എടുക്കാം. അപ്പോൾ ചെറിയുള്ളി ഒന്നില്ലെങ്കിൽ ചതച്ചിടാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നൈസായിട്ട് അങ്ങ് മുറിച്ചിടാം. ചെറിയുള്ളിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സൗകര്യം അതുപോലെ ചെയ്തോളൂ. ഓക്കെ, ഇപ്പോൾ ചെറിയുള്ളിയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. അതും നമുക്ക് നന്നായിട്ട് അങ്ങ് കൈ കൊണ്ട് ഞെരടി കൊടുക്കാം. നന്നായി അങ്ങ് മിക്സ് ആവണം. മുളകും മല്ലിയും മഞ്ഞളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. ഓക്കെ, ഇതിലോട്ട് നമുക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ പുളി അനുസരിച്ച് വേണം മാങ്ങയുടെ അളവ് തീരുമാനിക്കാൻ. മാങ്ങ ചേർത്തിട്ടുണ്ട്, അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ ഈ മാങ്ങ കുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം മാത്രമാണ് ഇതിലോട്ട് മുട്ട ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. മാങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുട്ട ചേർത്ത് കൊടുക്കണം ഇതിലോട്ട്. മാങ്ങ ഓവറായിട്ട് അങ്ങ് കുക്കാവാൻ പാടില്ല, അന്ന് കടിക്കാനുള്ള പോലെ ആയിരിക്കണം. ആകെ അങ്ങ് അലിഞ്ഞു പോകാൻ പാടില്ല എന്ന് സാരം. ഓക്കെ, അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. മാങ്ങ നന്നായി കുക്കായിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ മാങ്ങ തൊടുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മാങ്ങ കുക്കായിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് പാതി ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലത്തെ കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. കുറച്ച് മതി. അപ്പോൾ നമുക്കിനി ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം വറ്റിച്ചിട്ടാണ് നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 2 തരത്തിലാണ് മുട്ട ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് പുഴുങ്ങിയ മുട്ടയും പിന്നെ മുട്ട
നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അത് മുറിച്ചിട്ട് ഇട്ടും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് ചെയ്താൽ മതി കേട്ടോ. ഞാൻ 2 തരത്തിൽ കാണിക്കണമെന്നുള്ളൂ. കാരണം ഇവിടെ ജാൻചേട്ടന് ഓംലേറ്റ് മുറിച്ചിട്ടുന്ന കറിയാണ് ഇഷ്ടം, അതേസമയം എനിക്ക് മുട്ട പുഴുങ്ങിയിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ 2 പേർക്കും കൂടെ വേണമെന്നുള്ളത് കൊണ്ട് രണ്ടും ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതുപോലെ ചെയ്തോളൂ, അല്ലെങ്കിൽ രണ്ടും ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏതിനാണ് ടേസ്റ്റ് കൂടുതൽ എന്നുള്ള കാര്യം. അങ്ങനെ രണ്ടിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി മുട്ട ഓംലേറ്റ് ആക്കണം. അതിന് വേണ്ടി കണ്ട് ഈ അടുപ്പിലത്തെ കറി നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. അവിടെ ഇരുന്ന് കുറച്ചും കൂടെ വറ്റിക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഓംലേറ്റ് അടിക്കാം. അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ ശരിക്കുള്ള ഓംലേറ്റ് തന്നെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിലവർ വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് മുട്ട വറുക്കുക. പക്ഷേ ഞാനിവിടെ മുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് സാധാരണ രീതിയിൽ ഓംലേറ്റ് തന്നെ ഉണ്ടാക്കുന്നത്. അതിലോട്ട് നമുക്ക് ഒരു 3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ അത് ഇടുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി നൈസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം വെള്ളമാണ്. കുറച്ച് ക്വാണ്ടിറ്റി കിട്ടാനും ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം അല്ലെങ്കിൽ പാലൊഴിച്ചാലും മതി. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി തിക്കായിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 2 മുട്ട 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാം. അതായത് ഓരോ മുട്ട വീതം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. ഓക്കെ, നമുക്കിനി മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി കണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം പാനിലോട്ട്. മീഡിയം ഫ്ലെയിമിലോട്ട് തീ വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ഇതിലോട്ട് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം കുറയ്ക്കുകയാണ്, ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, നമുക്കിനി തിരിച്ചിടാം കേട്ടോ. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗം കൂടെ ഒന്ന് കുക്കായതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ 2 സൈഡും കുക്കായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കണം ഈ ഓംലേറ്റ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ടോ നിങ്ങൾക്ക് മുറിക്കാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് പീസായിട്ടാണ് മുറിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മുറിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണിത്. ചൂട്ടോടുകൂടി മുറിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിനി ഇത് വറ്റിക്കേണ്ട. അത്യാവശ്യം നമ്മളെ ചാറ് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മുട്ടയുടെ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം അവസാനമാണ് തൈമ്പാൽ ചേർക്കുന്നത്. അതായത് 1-ാം പാൽ ചേർക്കുന്നത് നമ്മൾ അവസാനമാണ് കേട്ടോ. കാരണം 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കുക്ക് ചെയ്യാൻ പാടില്ല, അതായത് തിളപ്പിക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മുറിക്കാം. ഒരു കത്രിക ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പച്ചമുളകോട് കൂടി ചെയ്യുന്നതാണ് ടേസ്റ്റ് കേട്ടോ. കാരണം അപ്പോഴാണ് എന്താ പറയുക, കറി കഴിക്കുമ്പോൾ പച്ചമുളകോട് കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നീ പറഞ്ഞ പോലെ 2 മുട്ട ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചിങ്ങനെ തിക്നെസ് ഉണ്ടാവുക. തിക്നെസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഒരു മുട്ട തനിയെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഒട്ടും തിക്കില്ലാത്ത പോലെ ആവും. അപ്പോൾ ഒരു പേപ്പർ പോലെയാണ്. അപ്പോൾ കഴിക്കുമ്പോൾ ഉള്ളിലോട്ടൊന്നും പിടിക്കാത്ത പോലെ തോന്നും. അപ്പോൾ ചിരിയെങ്കിലും ഒരു തിക്നെസ് ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണത്. നിങ്ങളുടെ അടുത്ത് മാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ മീനില്ലാത്ത മീൻ കറി ഉണ്ടാക്കിയിട്ടില്ലേ, ഞാൻ തക്കാളി ചേർത്തിട്ട് ഈ സെയിം റെസിപ്പി തന്നെ. അപ്പോൾ അതിൽ പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വറുത്തതോ ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങ ഇല്ലാത്ത സമയത്ത്. മാങ്ങയുള്ള സമയത്ത് മാങ്ങ വെച്ച് ഉണ്ടാക്കി നോക്കൂ, പ്രത്യേക ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്ര പീസാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങയൊന്നും ഉടയാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്ദുവിന് ഇഷ്ടമാണ് ഇങ്ങനത്തെ. ഞാൻ മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. തിളക്കട്ടെ. ഇത് കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം 2 മിനിറ്റോളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലോട്ട് അവസാനമായിട്ട് തൈമ്പാൽ ഒഴിക്കാം. അതായത് 1-ാം പാൽ ഒഴിക്കാൻ പോകണം. ഞാൻ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. പിന്നെ ഇത് ഇരുന്നിട്ടാവും കറി. ഇപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ടിരിക്കുന്നു വെച്ചിട്ട് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അതായത് ഉപ്പും പുളിയും എരിവൊക്കെ നോക്കട്ടെ. പുളിയൊക്കെ നല്ല പാകമാണ് കേട്ടോ. അതിലേക്ക് അല്പം ഉപ്പും വേണം. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇതിലോട്ട്. ഉപ്പ് അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അത് ഓപ്ഷനിലാണ്, നിർബന്ധങ്ങളൊന്നുമില്ല. നാട്ടിലത്തെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലിന് ഒരു ചെറിയൊരു മധുരരസം ഉണ്ടാവും. ഇവിടുത്തെ തേങ്ങ വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടുന്നത് കേട്ടോ. ചെറിയൊരു മധുരം വരുമ്പോഴാണ് ആ കറിയുടെ ലെവൽ തന്നെ മാറിപ്പോവുക. നമ്മുടെ
സബ്സ്ക്രൈബേഴ്സിന് അറിയാമല്ലേ, നിങ്ങൾ ഒരുപാട് റെസിപ്പീസിൽ ഇത് ട്രൈ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അവസാനമായിട്ട്. ഫ്രഷ് കറിവേപ്പില ഈ കറിഞ്ഞ് നമുക്ക് കാച്ചി ഒഴിക്കണം. അപ്പോൾ നമുക്ക് അടുപ്പ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ മുട്ട വറുത്ത സെയിം പാൻ തന്നെ എടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന അത്ര എണ്ണ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്നൊരു നിർബന്ധമില്ല. അതൊക്കെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് മാറ്റം വരുത്തുക. ഇതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിതിലോട്ട് ഒരു 6 ചെറിയുള്ളി നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കടുക് കാച്ചണമെങ്കിൽ കടുക് കാച്ചാം, പക്ഷേ ചെറിയുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇത് മൂപ്പിച്ചെടുക്കുക, അതായത് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഇത് വഴറ്റി കൊടുക്കുക. നമ്മുടെ ചെറിയുള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഇടാം. കറിവേപ്പില അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ കറിയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉള്ളി കരിയാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. കരിഞ്ഞ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി വെച്ചത് മുഴുവൻ വേസ്റ്റ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ മണം തന്നെ മാറിപ്പോവും. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉള്ളിയുടെ വാസനയൊക്കെ കറിയിലോട്ട് മുഴുവൻ അങ്ങ് വ്യാപിക്കട്ടെ. ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി കണ്ട ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി മൊത്തത്തിൽ മാറിപ്പോയി. നേരത്തെ നല്ല ലൂസായിരുന്ന കറി ഇപ്പോൾ അത്യാവശ്യം തിക്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറി കഴിഞ്ഞ് ഇതിനേക്കാളും തിക്നെസ് വരും. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാറി കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് തിക്കായിട്ട് മാറും. ഞാനിതിന് ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ഇപ്പോൾ ഇരുന്നപ്പോൾ ആ ഉള്ളി കാച്ചിയതിൻ്റെ വാസന എല്ലാം ഇതിലോട്ടങ്ങ് വ്യാപിച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഫൈനലായിട്ട് അഭിപ്രായം പറയാം. ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, കാരണം ഇതിന് എല്ലാ തരത്തിലുള്ള ടേസ്റ്റുള്ളൊരു കറിയാണ്. അരെ വാ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നാട്ടുകാരെ മുഴുവൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. വീണാജൻ രാവിലെ വന്ന് പൊറോട്ട അടിക്കും. മോനെ ട്യൂഷന് വിടാൻ വേണ്ടി വന്നതാണ്. തിരിച്ച് വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയമില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ. ദോശയൊന്നും ഇല്ല, ആകപ്പാടുള്ളത് പൊറോട്ടയാണ്. നല്ല പൊറോട്ടയാണോ? നല്ല പൊറോട്ടയാണ്. വിശപ്പുള്ളതുകൊണ്ടല്ലോ നന്നായിട്ടുണ്ട്. വിശപ്പുണ്ട് അല്ലേ? ഇതെന്നത് മുട്ട കഴിക്കുന്നുണ്ട്. മുട്ട കഴിച്ചു തുടങ്ങി. ഇപ്പോൾ വിറ്റാമിൻ B12 ഇപ്പോൾ പലതും. ഇത് ഞാൻ മദ്യപാനൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ലിവർ ക്യൂർ എന്ന് പറഞ്ഞിട്ട് സാധനം, ലിവർ സംരക്ഷിക്കാൻ. എൻ്റെ വീണയുടെ അത്ര ഇല്ലെങ്കിലും ചെറുതായിട്ട് മദ്യപാനൊക്കെ